ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നിന്നും വരാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതാണ്, നിർബന്ധമായി നിങ്ങൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ആദ്യത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണുള്ളത്. ആദ്യത്തേത് നമുക്കറിയാം എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, അതേപോലെ ദി ആറ്റിക് എന്ന ചാപ്റ്ററും പിന്നീട് ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ആദ്യം പറയാം. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ആ ഓൾഡ് മാൻ അവിടെ വന്ന് എത്തിയ ശേഷം അടുത്ത ദിവസങ്ങളിൽ ആ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ആ വീട്ടിലെത്തിയ ശേഷം ആ വീട്ടിൽ ഓൾഡ് മാനെ യാർഡിൽ വെച്ചിട്ട് പെലായോ കണ്ട ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നതും, ആളുകൾ എന്തോ ഒരു ഏഞ്ചലിനെയൊക്കെ കണ്ട പോലെ നിരവധി ആളുകൾ എത്തുന്നതും പത്രവാർത്തയാവുന്നതും, പിന്നീട് അതിന് ഓരോരുത്തർക്കും ഒരു നിശ്ചിത എമൗണ്ട് കാശ് വാങ്ങിയിട്ട് പെലായോ കാണിക്കുന്നതും, അതിലൂടെ പെലായോ വലിയ പണക്കാരനായിട്ട് മാറുന്നതും, അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഈ സമയത്ത് ഈ പറയുന്ന ഓൾഡ് മാൻ നേരിടുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അതും ആ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആർക്കും വേണ്ടാതെ ഒരു ചിക്കൻ കൂപ്പിൽ കിടക്കേണ്ടി വന്ന ആ ഒരു ഓൾഡ് മാൻ്റെ അവസ്ഥയും, പിന്നീട് ഓൾഡ് മാൻ എവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഈ ഡയറി, നറേഷൻ, ലെറ്റർ, അതേപോലെ നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ഓൾഡ് മാൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഓൾഡ് മാൻ്റെ അവസ്ഥകളെക്കുറിച്ചിട്ടുമുള്ള ന്യൂസ് റിപ്പോർട്ടല്ല, ഒരു ഇമെയിൽ എന്ന രീതിയിൽ ഓൾറെഡി മോഡൽ എക്സാം ചോദ്യം വന്നതാണ്. ഇതേ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഡയറിയോ, അല്ലെങ്കിൽ ഇയാളെ കാണാൻ വരുന്ന ഒരു വ്യക്തി എഴുതുന്ന കത്തോ, അയാൾ എഴുതുന്ന നറേഷനോ, ഈ ഓൾഡ് മാനെ കാണാൻ വരുന്ന വ്യക്തി എന്ന നറേഷനോ, അല്ലെങ്കിൽ ഈ സംഭവം ബന്ധപ്പെട്ട് ന്യൂസ് റിപ്പോർട്ടോ ഒക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. സോ നിങ്ങൾ ആകെ പഠിക്കേണ്ട കണ്ടന്റ് എന്താ, ആ ഓൾഡ് മാൻ എത്തിയ ശേഷം വളർന്ന സംഭവങ്ങളും അയാൾ നേരിട്ട ബുദ്ധിമുട്ടുകളും, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഓൾഡ് മാൻ എങ്ങനെയാണ് ആ കുടുംബം ട്രീറ്റ് ചെയ്ത്, അയാൾ എങ്ങനെ അവിടെ നിന്ന് പറന്നുയർന്ന് പോകുന്നു. ഈ 2 കണ്ടന്റ് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റർ, ഡയറി, നറേഷൻ ഏത് വന്നാലും എഴുതാം, ന്യൂസ് റിപ്പോർട്ട് ഏത് വന്നാലും എഴുതാം. ഈ രീതിയിലായിരിക്കും ആ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരിക. ചിലപ്പോൾ ഒരു കോൺവെർസേഷനൊക്കെ ഈ വ്യക്തിയെ കാണാൻ വരുന്ന ഒരാളും പെലായും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും പഠിച്ച് വെക്കേണ്ടത്. ഒരു ക്യാരക്ടർ സ്കെച്ച് പോലുള്ള ചോദ്യങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ട് കൊടുത്ത ക്യാരക്ടേഴ്സൊന്നും ഈ ചാപ്റ്റർ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ദി ആറ്റിക് ആണ്. ദി ആറ്റിക്കിൽ ഒരു ജർമ്മൻ ഓഫീസറും ഒരു പോളണ്ടുകാരനായിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം, അവരുടെ കോൺവെർസേഷനിലൂടെയും ആ പോളണ്ടുകാരനായ വ്യക്തി ഒളിവിൽ കഴിയുകയാണ് ഒരു ആറ്റിക്കിൽ. അവിടെ വെച്ച് നടക്കുന്ന അയാളുടെ അനുഭവങ്ങളുമൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറി, ഒരു പേഴ്സണൽ ലെവലുള്ള കാര്യങ്ങൾക്ക് സാധ്യത, ഒന്നുകിൽ ഡയറി അല്ലെങ്കിൽ ലെറ്റർ. ഈ പോളണ്ടുകാരനായിട്ടുള്ള വ്യക്തി എഴുതുന്ന ഡയറിയോ അയാൾ എഴുതുന്ന ലെറ്റർ, ഒരു പക്ഷേ ഈ ജർമ്മൻ ഓഫീസർ എഴുതുന്ന ലെറ്ററൊക്കെ ആയിരിക്കാം. നേരെ തിരിച്ച് ജർമ്മൻ ഓഫീസറുടെ ഡയറിയോ ജർമ്മൻ ഓഫീസർ ആർക്കെങ്കിലും എഴുതുന്ന കത്തോ ആവാം, അല്ലെങ്കിൽ ഈ ജർമ്മൻ ഓഫീസറും പോളണ്ടുകാരനായിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള, ഒളിച്ച് താമസിക്കുന്ന പോളണ്ടിലെ വ്യക്തിയും തമ്മിലുള്ള കോൺവെർസേഷനോ ഒക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ആ ഒരു ചാപ്റ്ററിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റൈറ്റപ്പോ ഒക്കെ ചോദിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ക്യാരക്ടർ സ്കെച്ച് വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും ആ ഒരു ജർമ്മൻ ഓഫീസറിനെ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല, ഒരു പക്ഷേ അങ്ങനെ ആ രീതിയിൽ വരുന്നത് ആ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെനിൽ സാധാരണഗതിയിൽ അപ്രിസിയേഷൻ അല്ല വരാറുള്ളത്. അപ്രിസിയേഷൻ്റെ കൂടെ നമുക്ക് എഴുതാനുള്ളൊരു ടൈപ്പ് ചോദ്യം കഴിഞ്ഞ മോഡൽ വന്നു, അതേപോലെ ചോദ്യം തന്നെയായിരിക്കും മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആ ചാപ്റ്ററിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ്, അതേപോലെ ഫീനിക്സ് റൈസസ് പോലുള്ള ചാപ്റ്ററുകളാണുള്ളത്. സീറ്റ്ലിംഗ്, ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെയാണ് ആ ഒരു യൂണിറ്റിലുള്ളത്. അതിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ശ്രീകാന്ത് ബോല, അദ്ദേഹത്തിന് കാഴ്ചശക്തിക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് എങ്ങനെ അദ്ദേഹം സക്സസ്ഫുള്ളായിട്ട് മാറി എന്നതാണ്. ഈ ഒരു ചാപ്റ്ററിന് കൂടുതലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പക്ഷേ ബയോഗ്രഫിക്കൽ സ്കെച്ച് ചോദിക്കാം ശ്രീകാന്ത് ബോലയുടെ, അല്ലെങ്കിൽ
ഒരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ, ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് ശ്രീകാന്ത് പോലെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് ഒരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ ചോദിക്കാം. ചിലപ്പോൾ ഒരു ന്യൂസ് ആർട്ടിക്കിൾ, ശ്രീകാന്ത് പോലെ ലൈഫിൽ നേടിയ വിജയത്തെക്കുറിച്ച് ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ശ്രീകാന്ത് പോലെ എന്തെങ്കിലും ഇൻവൈറ്റ് ചെയ്തു നമ്മളേക്ക് ഒരു ഇമെയിൽ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോൾ ആൻഡ് ഇൻഡസ്ട്രീസ് പേപ്പർ പാക്കുകളൊക്കെ നിർമ്മിക്കുന്ന ആ കമ്പനിയുടെ ഒരു പരസ്യം, പ്രൊമോഷണൽ ടാഗ് ലൈൻ എന്ന രീതിയിൽ ചോദിച്ചേക്കാം. ഈ പേപ്പർ കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയില്ലേ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷണൽ ടാഗ് ലൈൻസൊക്കെ ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഈ രീതിയിലൊക്കെയാണ്. അല്ലെങ്കിൽ റൈറ്റപ്പിന് നല്ല സാധ്യതയുണ്ട്. ഒബ്സ്റ്റക്കിൾസിനെ നേരിട്ട് കൊണ്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്ന വ്യക്തി എന്ന നിലയിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപക്ഷെ റൈറ്റപ്പിനുള്ള സാധ്യതയും പ്രതീക്ഷിക്കാം. പക്ഷേ തൊട്ടടുത്ത ചാപ്റ്ററായിട്ടുള്ള ഫീനിക്സ് റൈസ് എടുക്കുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകതയുള്ളത് ഒരു കഥയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതെങ്കിലും, ബബ്ലു കേവത്തിൻ്റെ കഥയാണ് പഠിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് കൂടിയാണ്. സോ ബബ്ലു കേവത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പക്ഷേ അയാളൊരു സാനിറ്ററി നാപ്കിൻ സ്വന്തമായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സൊസൈറ്റി മുഴുവൻ അദ്ദേഹത്തിനെതിരായി, സ്വന്തം കുടുംബം അദ്ദേഹത്തെ കൈവിട്ടു, ഭാര്യ പോലും തെറ്റിപ്പോയി. അദ്ദേഹം നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളെക്കുറിച്ചിട്ടും ഒരു പക്ഷേ ചോദ്യങ്ങൾ വന്നേക്കാം. അതൊരു ഡയറി ആയിട്ടോ അല്ലെങ്കിൽ ലെറ്ററായിട്ടോ ഒക്കെ ബബ്ലു കേവത്തിനെ കുറിച്ച് ചോദിക്കണം. ഡയറിയോ ലെറ്ററോ നറേഷനോ റൈറ്റപ്പോ ഒക്കെ ആ ഏരിയ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പഠിച്ചു നോക്കുക. ഏത് രീതി ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്നത്. ഇനി അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് വരുന്നതെങ്കിൽ, യഥാർത്ഥ മനുഷ്യനിലേക്കാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ബയോഗ്രഫിക്കൽ സ്കെച്ചോ ഇൻ്റർവ്യൂ, ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, നമ്മൾ ബ്രേക്കിംഗ് ബാരിയേഴ്സിൽ ശ്രീകാന്ത് പോലെയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ അരുണാചലം മുരുകാനന്ദനോടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവൻറ്റ് ഇൻവിറ്റേഷൻ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. ന്യൂസ് ആർട്ടിക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകാന്ത് പോലെയുമായിട്ട് എന്തൊക്കെയാണോ വരാൻ സാധ്യത അതൊക്കെ ഇവിടെയും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ബബ്ലു കേവത്തിൻ്റെ കഥ കൂടി ഉള്ളതുകൊണ്ട് അതിൽ നറേഷൻ ഉൾപ്പെടെയുള്ള ലെറ്റർ, ഡയറി ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിലുള്ള സീഡ്ലിംഗ് എന്ന പോയിന്റ് കൂടിയാണ് വരുന്നത്. തീർച്ചയായിട്ടും അപ്രീസിയേഷൻ ആയിരിക്കും ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇതാണ് യൂണിറ്റ് 1, 2 ഈ 2 യൂണിറ്റുകളിൽ നിന്നും വരാൻ ഏറ്റവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.